അപ്പോൾ ഹലോ ഫെലോ ക്ലാഷേഴ്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇപ്പോൾ ജനുവരിയിൽ വന്നിട്ടുള്ള പുതിയ അപ്ഡേറ്റായ ഡ്യൂൺ സ്റ്റെപ്പ് ചലഞ്ചിൽ എങ്ങനെയാണ് ഈസി ആയിട്ട് 3 സ്റ്റാർ ചെയ്യാമെന്നാണ്. ഇതിലൂടെ നമുക്ക് 25 ജെമ്മൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെങ്ങനെ ഈസി ആയിട്ട് 3 സ്റ്റാർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മൾ ഈ ഒരു കോർണറിലേക്ക് ഒരു ബലൂണ് ഡ്രോപ്പ് ചെയ്യുക. അതിനുശേഷം ആ ഒരു എയർ ഡിഫൻസിൽ നിന്ന് അതിന് ഹിറ്റ് കിട്ടുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഡാമേജ് കിട്ടി തുടങ്ങി അപ്പം നമ്മൾ ആ ഒരു സൈഡിൽ നിന്ന് തന്നെ ബ്ലിമ്പും കൂടി ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ആ ഒരു മൊണോലിത്തിൻ്റെ ആ ഒരു സൈഡിലായിട്ട് റേജ് സ്പെല്ലും കൂടി ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ ബ്ലിമ്പിലുള്ള യെറ്റീസ് ഇറങ്ങി അവർക്ക് റേജ്ഡ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കോർണറിൽ ആ ഒരു സൈഡിൽ നമ്മുടെ ക്വീനെ യൂസ് ചെയ്ത് ഹീലേഴ്സിനെയും യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ക്വീൻ്റെ എബിലിറ്റി അപ്പം തന്നെ യൂസ് ചെയ്യുക. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് നമ്മുടെ കിങ്ങിനെയും ഇറക്കി വിട്ട് അപ്പം തന്നെ എബിലിറ്റി യൂസ് ചെയ്യുക. ഇതിന് ശേഷം നമ്മൾ ആ ഒരു ഇൻഫേർണോയുടെ സൈഡിലായിട്ട് നമ്മുടെ സൂപ്പർ ഡ്രാഗനെ ഇലക്ട്രോ ഡ്രാഗനെ യൂസ് ചെയ്യുക. അതിനുശേഷം ഗ്രാൻഡ് വാർഡിനെ യൂസ് ചെയ്യുക. അതിനുശേഷം പുള്ളിക്കാരൻ്റെ എബിലിറ്റിയും അപ്പം തന്നെ യൂസ് ചെയ്യുക. അതിനുശേഷം ആ ഇൻഫേർണോയുടെ സൈഡിലായിട്ട് ഒരു റേജ് സ്പെല്ലും കൂടി ഡ്രോപ്പ് ചെയ്യുക. ഇനി നമ്മൾ ഈ ഒരു സൈഡിലായിട്ട് നമ്മുടെ ആർസിനെ ഡ്രോപ്പ് ചെയ്യുക, എബിലിറ്റിയും അപ്പം തന്നെ യൂസ് ചെയ്യുക. ഇനി നമ്മുടെ ഈ ഒരു ട്രൂപ്സ് ഇപ്പം തന്നെ സെൻറ്ററിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യം തന്നെ ഈ ഇവിടെ ടൗൺ ഹാളിൽ നമ്മളൊരു റേജ് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഡ്രാഗൺ റൈഡേഴ്സിനെ ആ ടെസ്ലയുടെ സൈഡിലേക്ക് വിടാം. ശേഷം ഡ്രാഗൺസിന് യൂസ് ചെയ്യുക. ക്ലോൺ സ്പെല്ല്, ഫ്രീ സ്പെല്ല് മുതലായ സ്പെല്ലുകളെല്ലാം യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു ബേസിൻ്റെ കോറ് നമുക്ക് ഫുള്ളായിട്ട് തന്നെ എടുത്തു മാറ്റാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഫുള്ളായിട്ട് തന്നെ ഡിസ്ട്രോയ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇതിന് ശേഷം നമ്മളുടെ ആ ഒരു എക്സ്ബോ പിന്നെ സ്കാറ്റർ ഷോട്ട് ആ ഒരു സൈഡിലായിട്ട് ആ ഒരു ഇത് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ആ ഒരു സൈഡിലായിട്ട് നമ്മൾ ബാഡ് സ്പെല്ല് യൂസ് ചെയ്യുക. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ബാക്കിയുള്ള ട്രൂപ്സ് എല്ലാം കൂടി വന്നിട്ട് ഈ ബാക്കിയുള്ള ബേസിനെയും കൂടി ക്ലീനപ്പ് ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നമ്മുടെ ഈ ഡ്യൂൺ സ്റ്റെപ്പ് ചലഞ്ചിൽ 3 സ്റ്റാർ സ്കോർ ചെയ്യാനും അതിലൂടെ ഈസി ആയിട്ട് 25 ജെമ്മ് നേടാനും സാധിക്കും.